ഗായ്സ്, അപ്പം നമ്മുടെ പുതിയ വണ്ടി പറഞ്ഞ് കറക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ എൻ്റെ പേര് ഞാൻ ആനത് തന്നെ ഇട്ടേക്കണേ. വണ്ടി നല്ല ലുക്കൊക്കെയാണ്. അപ്പോൾ നമുക്കിന്ന് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഓട്ടം. ഇപ്പോൾ പിള്ളേരൊക്കെ വണ്ടി ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ട് കേട്ടോ. ഇവിടെ നമ്മൾ നേരെ കുറച്ച് ദൂരം പോകുന്നു, ചോഴി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഉള്ളവശമൊക്കെ ഇതാട്ടോ. അപ്പോൾ നമുക്ക് പയ്യെ വണ്ടി അങ്ങ് എടുത്തേക്കാം. ചെറിയൊരു ട്രിപ്പ് കേട്ടോ, അത്ര വലിയ ട്രിപ്പൊന്നുമല്ല, ഒരു ചെറിയ ട്രിപ്പ്. ഓക്കെ, ഇപ്പോൾ പയ്യെ വണ്ടി അങ്ങ് എടുത്തേക്കാം കേട്ടോ. നമ്മൾ വണ്ടി എന്ന് പറഞ്ഞാൽ വലിയ ലൈറ്റ് വർക്ക് സ്റ്റിക്കർ വർക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ. ലൈറ്റ് അത്യാവശ്യം ഉണ്ട്, പക്ഷേ സ്റ്റിക്കർ വർക്ക് ഞാൻ ചെയ്തിട്ടില്ല. സ്റ്റിക്കർ വർക്ക് ഇനി ചെയ്യണം. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ. ഇനി പേര് ഭാഗത്തോട് അടിച്ചിട്ടുള്ളൂ നമ്മുടെ വണ്ടിയിൽ. ഇപ്പം നമ്മൾ റൂട്ടെന്ന് പറഞ്ഞൊരു പാടം പോലത്തെ ഒരു റൂട്ടാട്ടോ. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് നമ്മളെ കൂട്ടാൻ അവനൊന്നുമില്ല, അവൻ വേറെ വണ്ടിയിൽ പോയേക്കുവാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു താഴത്ത് കാണാൻ പറ്റും നമുക്ക് കൊക്ക് പോലത്തെ സ്ഥലം. ഇച്ചിരി മുമ്പോട്ട് എന്തെങ്കിലും പാടം പോകുന്ന സ്ഥലം കേട്ടോ അവിടെ വരാൻ പോണേ. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമ്മളിപ്പോൾ പോകണേ കേട്ടോ. നമ്മളിപ്പോൾ വണ്ടി ഇതെന്ന് പറഞ്ഞാൽ ഈ ചെറിയൊരു മല പോലെ ഉള്ളതും ചെറിയൊരു പാടം പോലുള്ള സ്ഥലങ്ങളാട്ടോ ഇത്. അതുകൊണ്ട് തന്നെ വണ്ടി അത്രയ്ക്ക് സ്പീഡിലൊന്നും അല്ല പോണേ. വണ്ടി 70 അത്രയൊക്കെയാണ് പോട്ടെ. ചെറിയൊരു കയറ്റം പോലെയൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് ഈ റൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ല രസം ഇതിൽ കൂടെ ഓടിക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് മോഡ് വേണമെങ്കിൽ മോഡ് ഞാൻ ഓർക്കുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ പേരെന്തുവാ ഇത്, ഞാൻ ഇതിൻ്റെ പേരൊന്നും ഓർക്കുന്നില്ല. അപ്പം നല്ലൊരു കിടില സ്ഥലം കേട്ടോ മാപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാടും മലയും അതൊക്കെ വന്നിട്ട് ആകാശം നമ്മളൊരു ഹൈവേ അല്ല, ഒരു ഇത് പറയണ്ടേ, ഗ്രാമം സ്ഥലത്തോട്ട് എത്തി. ഗ്രാമം എന്ന് പറഞ്ഞാൽ എല്ലാ കേട്ടോ ഞാൻ പറഞ്ഞത് പാളങ്ങൾ ഉണ്ടോ നിറച്ച് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം പാളങ്ങളാണ്. അത് മാത്രമല്ല വണ്ടി സൂക്ഷിച്ച് പോയില്ലെങ്കിൽ നല്ല തിരക്കുണ്ട്. വണ്ടി സൂക്ഷിച്ച് പോയില്ലെങ്കിൽ വണ്ടിയോട് ഇടിച്ച് കയറും. ഉള്ള കാര്യം പിടിച്ചാനെ ഉള്ളവരൊക്കെ ഉറപ്പടിച്ച് കാണും. അല്ലെങ്കിൽ നമ്മൾ താഴത്തോട്ട് ഷൂർന്ന് വളഞ്ഞ് പോകും. പിന്നെ നമ്മൾ വണ്ടി കിട്ടത്ത പോലെ കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല വളവും തിരിവൊക്കെ വരുന്നുള്ളത് നമുക്കിങ്ങനെ എടുക്കത്തില്ല. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പുതിയ വണ്ടി ഇറക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പുതിയൊരു സെറ്റപ്പ് വണ്ടി ഇറക്കുന്നുണ്ട്. നമുക്ക് അത് പിന്നെ അടുത്ത വീഡിയോ ഞാൻ പറയാം കേട്ടോ. നോക്കിയോ, നിങ്ങൾക്ക് എണ്ണം വണ്ടി ആയിരിക്കും കേട്ടോ. ഓക്കെ, നമ്മുടെ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി അല്ലാതെ വേറെ വണ്ടി നമുക്കൊന്നും ഇല്ല. പിന്നെ നിങ്ങൾ പറയണം കഴിച്ചു, നമ്മൾ വണ്ടി എടുക്കുമ്പോൾ സെഡോ വേണോ സെഡസ്ത്ര വേണോ വണ്ടി. ഞാൻ ഏത് വേണം എടുത്തോളാം. നിങ്ങൾ ഏത് വേണമെങ്കിൽ പറഞ്ഞോ, BMR വേണോ സെഡസ്ത്ര വേണോ സെഡോ വേണോ ഏത് വേണം, ഞാൻ അതിൽ ഏതെങ്കിലും ഓർഡർ എടുത്തോളും കേട്ടോ. എന്ന് പറഞ്ഞാൽ വലിയ വർക്കൊന്നും ചെയ്തൊന്നുമില്ല, ചെറിയ വർക്കുകളൊക്കെ ചെയ്ത് വണ്ടി ഇറക്കിയിരിക്കും. അപ്പോൾ ആ ചെയ്സ് ഉൾത്തരല്ല നമ്മൾ പണിയണേ. അല്ലാതെ ഒരാളുടെ കയ്യിൽ നിന്ന് അല്ലാതെ ആരെങ്കിലും കയ്യിൽ നിന്ന് നമ്മൾ ഒരു ബസ്സങ്ങ് വാങ്ങിക്കും, എന്നിട്ട് നമ്മളങ്ങ് പണിയും. ഇതുണ്ടോ ചേച്ചി, ഇതുപോലത്തെ കയറ്റം കയറ്റം അത്രയ്ക്കില്ല, നല്ല വളമുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളെ വണ്ടി സൂക്ഷിച്ചുണ്ടായില്ലെങ്കിൽ ഇടിച്ചങ്ങ് കയറും. അതുകൊണ്ട് വണ്ടി സൂക്ഷിച്ച് തന്നെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ കണ്ട കടയിലോട്ടും ഈ നമ്മൾ വളയ്ക്കുമ്പോൾ ചെറിയൊരു ഇതുപോലെ ഓപ്പോസിറ്റ് വന്ന് കണ്ടു കഴിഞ്ഞാൽ വണ്ടി കയറി ഇടിക്കും. എൻ്റെ ഈ വണ്ടിക്കാണെങ്കിൽ ഇച്ചിരി സ്പീഡ് കുറവുണ്ട്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പക്ഷേ ഇറക്കി എത്തിക്കഴിഞ്ഞാൽ നല്ല സ്പീഡാണ് പോകുന്നത്. ഇപ്പോൾ തന്നെ അവിടെ 116 ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും വലിയ സ്പീഡൊന്നും തോന്നിക്കുന്നില്ല. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല, അതൊരു ബഗ്ഗാണോ അങ്ങനെ എന്നാണോ എന്തോ വേണം. പിന്നെ ഞാൻ കളിക്കണ ഈ ബസ് സിമുലേറ്റർ ഇന്ത്യ കേട്ടോ. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഈ ബസ്സിനൊന്നും ഒച്ചയൊന്നും ഇല്ല. നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ കാണുന്ന വണ്ടികൾക്കൊക്കെ ഒച്ചയുണ്ട്, പക്ഷെ നമ്മുടെ വണ്ടിക്ക് ഒച്ചയില്ല. അതൊരു കാര്യമാണ്. ഒച്ചയില്ലാതെ വേണം നമ്മൾ വണ്ടി ഓടിക്കുന്നത്. ഇത് പള്ളിയാണോ, എന്തോ പള്ളിയാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല, നമുക്ക് സമയം പോകും. നമ്മൾ നല്ല ലുക്ക് നോക്കുക, സീനല്ലേ.
പയ്യ വണ്ടി ആ വണ്ടി പയ്യ തട്ടിയിട്ടുണ്ട്. ആ കുഴപ്പമില്ല, നമുക്കത് വിഷയമൊന്നുമല്ല. നമുക്ക് നമ്മൾ വണ്ടി എടുത്തിട്ട് പയ്യെ പോകാൻ പറ്റും. ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോനേക്കാൾ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വരാൻ പറ്റാത്ത. ബൈ ബൈ.